മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബാർ ഉടമകൾ കോഴ നൽകണമെന്ന് കാണിച്ച് സംഘടനാ നേതാവിൻ്റെ ഒരു ശബ്ദരേഖ ഇന്നലെ പുറത്തു വന്നു. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോൻ്റെ ശബ്ദരേഖയിൽ കാണുന്നത്. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡൻറ്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. വീണ്ടും കോഴ നൽകണമെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. മദ്യനയത്തിൽ ഇളവ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ വോയിസ് സന്ദേശം അയച്ചിരിക്കുന്നത്. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് പറയുന്നത്. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ വി സുനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് അവരൊന്നും ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ്. നേരം വെളുത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുണർത്തി, പക്ഷേ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്നു അദ്ദേഹത്തിന് കാര്യവും മനസ്സിലായില്ല. ഓക്കെ, പറയൂ ഷെവീദ്. സംഘടനാ പ്രതിനിധികൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് അപ്പാടെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നമുക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ ഒന്നായിരുന്നു ഈ ബാർക്കോഴ ആരോപണം. നമുക്കറിയാം, അന്നാണ് ഇവരുടെ ഒരു സംഘടന 2ആയി പിരിഞ്ഞതും. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ വിവാദ ഓഡിയോ പുറത്തു വന്നിരിക്കുന്ന അനിമോൻ അടക്കമുള്ള ആളുകൾ ഉള്ള ആ സംഘടന രൂപപ്പെടുന്നതും. ആ സംഘടനയുടെ പേര് തന്നെ ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എന്നുള്ളതാണ്. ഇതിൽ ഇന്നലെ ഇവരുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം എറണാകുളത്ത് ചേർന്നിരുന്നു. അതായത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഉദ്യോഗസ്ഥതല ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു. സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് സർക്കാർ കോപ്പുകൂട്ടുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ വരുന്ന 10, 11 അടുത്ത മാസം 10, 11 തീയതികളിലൊക്കെ എക്സൈസ് മന്ത്രി ബാർ പ്രതിനിധികളുമായിട്ടടക്കം അല്ലെങ്കിൽ ബാർ മുതലാളിമാരുമായിട്ടടക്കം അവരുടെ സംഘടനാ പ്രതിനിധികളോടക്കം ചർച്ചയടക്കം വെച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഇന്നലെ ഈ സംഘടനയുടെ ഒരു മീറ്റിംഗ്, ഒരു എക്സിക്യൂട്ടീവ് യോഗം കൊച്ചി പാലാരിവട്ടത്ത് നടന്നു. ആ യോഗത്തിൽ ശേഷം ഇടുക്കി ജില്ലയുടെ ചുമതല കൂടിയുടെ അനിമോൻ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അയച്ച ഒരു ശബ്ദ സന്ദേശമാണ് ഉള്ളത്. അതിൽ പറയുന്നത്, ഒരു ഹോട്ടൽ ഉള്ളവർ കുറഞ്ഞത് 2.5 ലക്ഷം രൂപ, അതിൽ കൂടുതലുള്ളവർക്ക് എത്ര വേണമെങ്കിൽ നൽകാം, അത്ര രൂപ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം ആ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു ഏകീകൃത രൂപത്തിൽ ആ പണം പിരിക്കണം. സ്വാഭാവികമായും ആ പണം പിരിക്കുന്നത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിരിക്കാം എന്നുള്ളത്. അത്
ഒരുപക്ഷെ അതൊരു വിവക്ഷ മാത്രമായിരിക്കും, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. പക്ഷേ അങ്ങനെ ഈ മദ്യനയത്തിൽ ഇടപെടുന്നതിന്, മദ്യനയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിനടക്കം കോഴ അതിന് പിരിവ് നടത്തണം എന്നുള്ളതാണ് ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ കൃത്യമായി പറയുന്നത്. അതിൽ ഇടുക്കി ജില്ലയുടെ കാര്യം കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഒരു ഹോട്ടൽ ഉടമ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പണപ്പിരിവ് എന്നുള്ള നിർദ്ദേശം സംഘടനാ പ്രതിനിധികൾ മുൻപ് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അത് പൂർത്തിയാക്കണം. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കഴിയും വിധം എല്ലാവരും ആ പണം നൽകണം, അത് കൃത്യമായി ഏൽപ്പിക്കണം. കൊടുക്കേണ്ടത് കൊടുത്താലേ അക്കാര്യത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. 2 സുപ്രധാനമായ തീരുമാനങ്ങൾ, അതൊരു പക്ഷേ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടൊക്കെ മാറാവുന്ന 2 തീരുമാനങ്ങൾ. ഒന്ന്, സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കണം. 2, ഈ സമയക്രമത്തിലെ മാറ്റമാണ്. പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ബാറുകൾക്ക് പ്രവർത്തിക്കാനുള്ള സമയക്രമം. പക്ഷേ നേരത്തെ തന്നെ ബാർ ഉടമകൾ വലിയ തരത്തിൽ ആവശ്യമുന്നയിച്ചത് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് വലിയ നഗരങ്ങളിൽ രാത്രി ജീവിതം അടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും 12 മണി വരെ ആക്കി ബാറിന്റെ സമയം മാറ്റണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ തീരുമാനം ഈ മദ്യനയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതടക്കമുള്ള കാര്യങ്ങൾക്ക് പണം നൽകണമെന്നാണ് ഇപ്പോൾ അനിമോൻ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ പറഞ്ഞിട്ടുള്ളത്. സംഘടനയുടെ സംസ്ഥാന പ്രതിനിധികൾ, മറ്റ് പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തെ തള്ളുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ എസ്കെൻ കൂടുതൽ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ വിവാദമായിട്ടുള്ള ബാർക്കോഴ വീണ്ടും സംസ്ഥാനത്ത് സജീവ ചർച്ചാ വിഷയമാവുകയാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു ഷെബീദ് റാവുത്തർ. എന്തായാലും നമ്മുടെ ഈ വി സുനിൽകുമാറിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ആരായുന്നുണ്ട്.